കയറി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ഡോറാണ്, നമുക്ക് ഗ്ലാസ് ഡോറാണ്, ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോറാണ്. അല്ല, ഇതിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു കൺവെൻഷൻ സെന്ററിൽ ചെയ്തിട്ടുള്ളത്. അവർ ടൈൽസിന്റെ നമ്മൾ 2x2 ടൈൽസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്രിസ്റ്റൽ ലൈറ്റുകൾ, പിന്നെ സ്പോട്ട് ലൈറ്റ്, സീലിംഗ് ലൈറ്റ്, ഇതെല്ലാം കൊടുത്തിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും ആ രൂപത്തിൽ ഇവര് ഭംഗിയിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടും. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലേ, അത്യാവശ്യം ഏരിയയിൽ തന്നെ നല്ല സൗകര്യം. 4000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫുഡ് ഏരിയ അത്യാവശ്യം വലിയൊരു ഏരിയ ആയിട്ടാണ്. നമസ്കാരം, സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഐസൻ കൺവെൻഷൻ സെന്റർ ഉണ്ട്, അതിന്റെ ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്. 10 വർഷത്തിലധികമായി കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ ലക്ഷദ്വീപിലും 5 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉള്ള ഒരു ട്രസ്റ്റഡ് കമ്പനിയാണ് നമ്മുടെ സ്റ്റോൺ ഗാലറി. അവിടെ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫ്ലോറിംഗ് മെറ്റീരിയൽസുകളായ ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിള്, CP ഫിറ്റിങ്സ്, അതുപോലെ സാനിറ്ററി ഐറ്റംസ് എന്നിവയാണ്. കേരളത്തിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും നല്ല ക്വാളിറ്റിയിലും നല്ല സർവീസോട് കൂടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ നമ്മളുടെ കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ, ഇതിൻ്റെ ഔട്ട്ലുക്ക് എല്ലാം നല്ല ലക്ഷറി ലുക്കിലും, അതായത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിൽ അവർ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലേ, അത്യാവശ്യം ഏരിയയിൽ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണത് സംഭവം. അത്രയും നല്ലൊരു ഏരിയ പാർക്കിംഗ് കിട്ടുക എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ഫ്രണ്ട് അതിനുള്ളിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് പാർക്കിംഗ്. ഇനി വലിയ കല്യാണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്തലിട്ടുങ്ങാണ്ട് ഇത് ചെയ്തിട്ടുള്ളത് ബ്രിക്ക് നാച്ചുറൽ സ്റ്റോണിന്റെ ലുക്ക് ഉണ്ട്. സിമെന്റിന്റെ ഇന്റർലോക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുമാതിരി സൈഡിലൊക്കെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ. സൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുള്ളത്, വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി വർക്കുകൾ പെയിന്റ് ഉദ്ഘാടനം കഴിഞ്ഞ് സ്റ്റെപ്പ് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഒരു ഗ്രാനൈറ്റിന്റെ ലെതർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡില് ടൈലാണോ? ടൈൽസ് നമ്മളെ 6x4 ടൈൽസുകളാണ്. ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മാറ്റ് ടൈൽസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇതായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഒട്ടിച്ചിട്ട് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഡബിൾ ഫുൾ മോൾഡിംഗ് അല്ല, ചെറിയ മോൾഡിംഗ് മാത്രം. സ്റ്റെപ്പ് നല്ല ഭംഗിയുണ്ട്, കാരണം ഇത്രയും ഏരിയയിൽ സ്റ്റെപ്പ് വന്നപ്പോൾ അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കയറി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ഡോറാണ്, നമുക്ക് ഗ്ലാസ് ഡോറാണ്, ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോറാണ് അല്ലേ? ഓക്കെ, ശരി. ഇതില് ടൈല് കൊടുത്തിട്ടുള്ളത് 6x4 മാറ്റ് ടൈൽസ് ആണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവർ ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ ലുക്കാണ് ഇത് വെച്ചിട്ട്. മാർബിളിന്റെ അതേ ഫിനിഷിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ മറ്റേ ഫുള്ളായിട്ട് ലൈറ്റ്, നമ്മളെ ഒരു ക്രിസ്റ്റൽ ലൈറ്റ് ആണ്, ഓവൽ ക്രിസ്റ്റൽ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയർ കൂടുതലും അവരകത്ത് ഫുള്ളും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സൈഡില്. ഇതിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടായാലും കുറച്ചൊന്ന് കാരണന്മാർക്ക് ഒന്ന് വിശ്രമിക്കാനും എല്ലാത്തിനും ഇരിക്കാൻ പറ്റുന്ന നല്ല സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലക്ഷറി സോഫയാണ് തോന്നുന്നത്. അടിപൊളി സോഫ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നല്ല ഇരിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു കൺവെൻഷൻ സെന്ററിൽ ചെയ്തിട്ടുള്ളത്. അതെ, ഇവിടെ നല്ല ഉഷാറായിട്ട് ഇതിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗ്ലാസ് കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ ഇവിടുത്തെ ഒരു ഏരിയ ആംബിയൻസ് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല ഇവിടുന്ന് നോക്കുന്ന സമയത്ത്. ഈ കൺവെൻഷൻ സെന്ററിന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ സ്റ്റേജും ആൾക്കാർ ഇരിക്കുന്ന ആ ഒരു ഏരിയ ആണല്ലോ. ആ ഏരിയയിലോട്ട് നല്ല പ്രീമിയം ആയിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെ. ഇവിടെ 600 ആൾക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിനകത്ത് 600 ആൾക്കാർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി. ഇതിന് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല ലക്ഷറി ലുക്കിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെ. ഇത് നമ്മൾ ടൈല്
സ്റ്റോൺ ഗാലറിന്ന് പർച്ചേസ് ചെയ്തല്ലേ? സ്റ്റോൺ ഗാലറി ഇവിടുത്തെ ഫുൾ ടൈൽസ് കാര്യങ്ങൾ മൊത്തം സ്റ്റോൺ ഗാലറി. ടൈൽസിന്റെ നമ്മൾ 2x2 ടൈൽസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. എല്ലാ ടൈൽസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ സ്റ്റോൺ ഗാലറിയിൽ നിന്നാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം അവർ ക്ഷണിച്ചും ചെയ്ത് എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങൾ പറഞ്ഞോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, ഉദ്ഘാടനത്തിന് വന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ആശയം. അതെ എല്ലാവരെയും അറിയിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഇന്റീരിയർ മൊത്തത്തില് അവര് നല്ല ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് അറിയിക്കാനും ഇനി പുതുതായി തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരം ആയിക്കോട്ടെ. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്. ഇത് മാർബിറ്റോടെ മാർബിസ് എന്ന പ്രൊഡക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാളിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ തേച്ച ഒരു ചുമന്റെ ഒരു ഫിനിഷിങ്ങില് അതേ കളേഴ്സിൽ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ചെയ്യുന്നവരൊക്കെ ഇതുപോലത്തെ പുത്തൻ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവരെല്ലാം ഒരു പുത്തൻ പ്രൊഡക്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് അവര്. അതുപോലെ തന്നെ ഇതിന്റെ സീലിംഗ് വർക്കുകൾ അത് മറ്റേ ജിപ്സം വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ലൈറ്റുകള് പിന്നെ സ്പോട്ട് ലൈറ്റ് സീലിംഗ് ലൈറ്റ് ഇതെല്ലാം കൊടുത്തിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും ആ രൂപത്തിൽ ഇവര് ഭംഗിയിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വുഡിന്റെ ഒരു ഡിസൈനും ഇതിന് സെൻട്രലാക്കിയിട്ട് തന്നെ ഒരു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. ലക്ഷറി ലുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടില് സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രീമിയം രീതിയിൽ തന്നെ അവര് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല വലിയ പ്രോഗ്രാമുകൾ ഇത് ചെയ്തിട്ടുണ്ട്. കല്യാണം പരിപാടി മാത്രമായിട്ടല്ല അവർ ഉദ്ദേശിക്കുന്നത്. വലിയ 2x2 ടൈലാണ്. എല്ലാവരും ടൈൽസ് തന്നെ 2x2 ടൈൽസ് ആണ് ഫ്ലോർ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളവര്. ഇന്റീരിയറിന്റെ നല്ല അടിപൊളി വുഡിന്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ പ്രീമിയം ടച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ സ്റ്റേജ് തന്നെ ചെയ്തിട്ടുള്ളത്. സ്റ്റേജിന്റെ വലുപ്പം തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓവറായിട്ട് ഇങ്ങനെ ഹൈറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഓവറായിട്ട് ഹൈറ്റ് ഒന്നുമില്ല. ഏകദേശം രണ്ട് സ്റ്റെപ്പ് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നടന്നു പോരാനുള്ള അതെ ഓരോ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഗ്രാനൈറ്റിന്റെ ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട്. പല ആളുകൾക്കും മറ്റേ ടൈൽസ് മോൾഡ് ചെയ്യുമ്പോൾ എന്താവുന്നുള്ള അറിയുന്നവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാനൈറ്റ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ സ്ലിപ്പ് ആവാൻ ഇതിനൊന്നും സാധ്യതയില്ല. മാറ്റിന്റെ വരുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെ കൊടുത്തു. അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ചെയ്ത സമയം. അതെ അതൊരു ഡിസൈനും ആണ്. മൊത്തത്തിൽ വരുമ്പോൾ അതൊരു ഡിസൈൻ ആയിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. അതെ നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടും ടൈല് കൊടുത്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് ഇതിന്റെ ഡൈനിങ് മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലം തന്നെയാണോ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. നമ്മള് ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് അല്ലേ? അതെ 4000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാത്റൂമിൽ കുറച്ച് വർക്ക് കൂടി പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കാണ്. അടിയന്തരമായിട്ടുള്ള ഡോറ് കാര്യങ്ങൾ തന്നെ വെക്കാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ വാളിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടൈല്. അതെ വാളില് ടൈലും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മളൊരു വുഡിന്റെ ഒരു പാനല് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ കുറച്ച് വാള് ഇങ്ങനെ ടൈല് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കുട്ടികളായാലും ആരെങ്കിലും ചുമരിൽ പിടിക്കുമ്പോൾ ടൈൽസ് ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനെല്ലാം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവര് മൊത്തം പ്ലാനുകളോടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല സൗകര്യം. 4000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫുഡ് ഏരിയ അത്യാവശ്യം വലിയൊരു ഏരിയ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഇത് നല്ലൊരു ലക്ഷറി ലുക്ക് തന്നെയാണ് നമ്മൾ ഈ ടൈല് ഇട്ടത്. അത് കോംബോ തന്നെ വാളും ഫ്ലോറും കൊടുക്കും. ആ കോംബോ തന്നെ ഒരു ഇരുന്നുകൊണ്ട് നല്ല രസമാണ് കാണാനത്. ഒരുപാട് ആളുകൾ ഉദ്ഘാടനത്തിന് വന്നപ്പോ തന്നെ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ 2 സൈഡിലും ഈ വരാന്ത ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതെ ഇത് വരാനുണ്ട്. നമുക്ക് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഗാലക്സിന്റെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. നമ്മൾ അടിപൊളിയായിട്ട് സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ. ശരിയാണ്. രണ്ട് സൈഡിലും പന്തല് കാര്യങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ അവരൊരു എംബ്ലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതെ മൾട്ടിവുഡില് നമ്മള് മറ്റേ വാൾപേപ്പർ ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിലൊരു ലൈറ്റ് കാര്യങ്ങൾ മുകളിൽ സീലിംഗ് ബ്രൗണില് സീലിംഗും അതിലൊക്കെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തില് AC എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്യുന്നുണ്ട്. നമ്മളെ ഹാളിലും പിന്നെ ഫുഡിന്റെ അവിടെയും എല്ലായിടത്തും AC ഫുള്ളായിട്ട് സെൻട്രൽ AC ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഏരിയ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വിശാലമായ എന്താ പറയാ
മൊത്തത്തിലൊരു കൺജസ്റ്റഡ് അല്ല. പുറത്താണെന്നുണ്ടെങ്കിലും അകത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്പേസ് കാര്യങ്ങൾ എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കാരണം നമ്മളിത് ഓൾറെഡി ഉദ്ഘാടനത്തിന് വന്ന് കണ്ടതാണ്. നിങ്ങള് തീർച്ചയായിട്ടും ഞാൻ വന്നത് എന്തായാലും നല്ലൊരു കാര്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഏരിയ ഉള്ളൊരു നല്ലൊരു ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ കാണാൻ പറ്റി. നമ്മൾ ടൈൽ കൊടുത്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല ഇന്റീരിയൽ. ഇതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല ഇന്റീരിയൽ ആണ്. ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ഒരു ഐസൻ കൺവെൻഷൻ സെന്റർ നമ്മളെ ഷോപ്പിനോട് അടുത്തല്ലേ? ഏകദേശം 3 കിലോമീറ്ററോളം. എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് ഇതിന്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ. എരിഞ്ഞിക്കലാണ് വരുന്നത്. എരിഞ്ഞിക്കൽ പാവങ്ങാട് നിന്നും വരാം. ഇനി ബൈപ്പാസിന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വരാം. നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഒരു 3 കിലോമീറ്റർ ആണ് സ്ട്രോങ് ഗാലറി. പാവങ്ങാട് വെങ്ങാലിയാണല്ലോ, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ നമ്മളെ ഈ ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ കാലിക്കറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും ഈ കൺവെൻഷൻ സെന്റർ അവർക്ക് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.